ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പീനട്ട് ബട്ടർ ആണ്. അതും നമ്മൾ തന്നെ റോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ പീനട്ട്സിൽ നിന്നാണ് പീനട്ട് ബട്ടർ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ നേരത്തെ ഒരു റോ പീനട്ട്സ് വാങ്ങിയിട്ട് അത് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഞാൻ ഈ ഒരു ബൗളിൽ ഒരു 500 ml ബൗളാണ്, അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് പീനട്ട്സ് എടുത്തേക്കുന്നത്. പിന്നെ ഈ പീനട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ചായപ്പൊടിയല്ല കേട്ടോ, ഇത് പനഞ്ചക്കരയാണ്. ഈ ഡപ്പയിൽ ഇട്ട് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കുരുമുളക് ഒരു ചെറിയ ഒരു സ്പൈസി കിക്കിന് വേണ്ടി ഇച്ചിരി കുരുമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് പനഞ്ചക്കര കേട്ടോ. ഇങ്ങനെയാണ് പനഞ്ചക്കര കിട്ടുന്നത്. പിന്നെ ഇത് നല്ലോണം അരച്ചെടുത്ത് കാണിച്ചു തരാം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് പനം ചക്കര എന്ന് പറയും, ചിലവർ ശർക്കര എന്ന് പറയും, ഞാൻ ചക്കര എന്നാണ് പറയുന്നത് കേട്ടോ. അത് ശർക്കരയാണ് സംഭവം, പനം ശർക്കര, ജാഗ്രി, റൈറ്റ്? സോ അതാണ്. പിന്നെ ഇച്ചിരി നമ്മൾ സോൾട്ടും ആഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു ചെറിയ ഒരു ഫ്ലേവേഴ്സ് ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അരയ്ക്കുമ്പം ഇതൊന്ന് ആദ്യം അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പൊടി പോലെയാവും. പിന്നെ എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് കഴിയുമ്പോഴാണ് പിന്നെ ഇത് അരയ്ക്കാൻ പറ്റുള്ളൂ. വെള്ളം ഒഴിക്കല്ലോ, വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഇരിക്കത്തുമില്ല, ടേസ്റ്റും മാറിപ്പോവും. അപ്പം നമുക്കിങ്ങനെ അരയ്ക്കാൻ തുടങ്ങാം. ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫുള്ള് പൊടിച്ചിട്ട് പിന്നെ എണ്ണ ഒഴിക്കാം. നമ്മുടെ ഫസ്റ്റത്തെ അര കഴിഞ്ഞു. ഇതിപ്പോൾ ആദ്യം അരച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ്. ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഒരുപാട് വരാൻ പാടില്ല. അപ്പോൾ അതൊന്ന് അരഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടി ആഡ് ചെയ്യുന്നത്. പിന്നെ ഹണി ആയാലും ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്കിവിടെ തേനില്ലാത്തത് കൊണ്ടാണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത്. നമ്മൾ അരച്ച് ഇങ്ങനെ ഈ പരുവത്തിലായി. നമ്മുടെ നോർമൽ പീനട്ട് ബട്ടർ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എങ്ങനെ കിട്ടും അങ്ങനെ ആയിട്ടുണ്ട്. നമ്മളിത് അരയ്ക്കുമ്പോൾ ഈ പീനട്ട്സിൽ നിന്നും കുറച്ച് എണ്ണയാണെങ്കിൽ ഇറങ്ങിക്കോളും. നമുക്ക് നല്ല മിക്സിയൊക്കെ ആണെങ്കിൽ പീനട്ട് മാത്രം മതി. നമ്മുടെ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു 1 വീക്ക് വരെ ഇരിക്കും സംഭവം. പിന്നെ ഇതാണെങ്കിൽ മറ്റേ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യുവാണെങ്കിൽ അത് ഒരു എക്സ്ട്രാ ഒരു പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഇത് പ്രോട്ടീൻ്റെ ഒള്ളി കൈൻഡ് ഓഫ് സോഴ്സ് എന്ന് പറയാൻ പറ്റുമല്ലോ. കുറച്ച് ഇതിൽ എത്രയോ % പ്രോട്ടീൻ ഒക്കെ ഉണ്ട്. പിന്നെ ഗുഡ് ഫാറ്റിൻ്റെയും ഒക്കെ സോഴ്സ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇത് നല്ലൊരു സാധനമാണ്. പിള്ളേർക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കുന്നേക്കാളും ഭേദം ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ പീനട്ട് ബട്ടർ ആണെങ്കിൽ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, നമ്മൾ എന്തോരം അരയ്ക്കാൻ വേണ്ടി എടുത്തത്, പക്ഷെ ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേറെ പല സാധനങ്ങളും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുരുമുളക് ആഡ് ചെയ്തു, അത് എൻ്റെ ഒരു ഫ്ലേവറിൻ്റെ ഇതിന് വേണ്ടി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബദാം ആഡ് ചെയ്യാം. പിന്നെ ആണെങ്കിൽ വൈറ്റ് ചന്ന അല്ലെങ്കിൽ ബ്ലാക്ക് ചന്ന, മറ്റേ കറുത്ത കടലയും വെള്ളക്കടലയും ഒക്കെ ഇല്ലേ, അതും നല്ലൊന്ന് വറുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പക്ഷെ മിക്സി നല്ലതായിരിക്കും, അല്ലെങ്കിൽ മിക്സി തന്നെ പോകും. അതുകൊണ്ടേ ശ്രദ്ധിക്കേണ്ടത്, ഒരു തരി വെള്ളം പോലും ഇതിലെ വരാൻ പാടില്ല. വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട വരും, അല്ലെങ്കിൽ കേടായി പോകും. ഈ സാധനം അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇപ്പം ഞാനിത് പുറത്താണ് വെക്കാൻ പോകുന്നത്. ഒരു ആഴ്ചയോളം എനിക്ക് പീനട്ട് ബട്ടർ ഒക്കെ ഉണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഡിഷുമായിട്ട് നമുക്ക് കാണാം. Until then, bye bye. പിന്നെ subscribe and like. Okay, bye guys.